മലയാളി ഫ്രം ഇന്ത്യ സിനിമയിൽ 2007 T20 വേൾഡ് കപ്പ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ജയിച്ചു എന്നാ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, 2017 ചാമ്പ്യൻസ് ട്രോഫിയിലും സെയിം ഇൻസിഡന്റ് ഉണ്ട്. പിന്നെ എന്തിനാ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉള്ള അപ്പൊ ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിനെന്ത് സിനിമയാണ്, റിയൽ ലൈഫ് അല്ല, ലോജിക് നോക്കരുത്, ഡോക്യുമെന്ററി അല്ല എന്നൊക്കെ പറയുന്നിടത്ത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എല്ലാ സിനിമയിലും ഇതന്നെ നോക്കണം. അല്ലാതെ അവനവന് ഇഷ്ടം വരുന്ന സിനിമ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വിജയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് 100 പേര് ഇടിക്കുന്നു, 1000 പേര് ഇടിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാതെ ചോദിക്കുന്നവരുണ്ട്. എന്തേ സിനിമയല്ലേ, സിനിമയുടെ രീതിയിൽ എടുക്കുക, എന്തിനാ റിയൽ ലൈഫിലോട്ട് എടുക്കണേ? കാശ്മീരി ഫയൽസും കേരള സ്റ്റോറി സിനിമ ഇറങ്ങുന്ന സമയത്ത് ബാൻ ചെയ്യണം, കാണാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അതെന്തേ റൈറ്റർക്ക് ഇഷ്ടമുള്ള എഴുതിക്കൂടെ? സിനിമയല്ലേ, എന്തിനാ റിയൽ ലൈഫിലോട്ട് എടുക്കണം? കടകൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു വേൾഡ് ഫേമസ് മലയാള റിവ്യൂർ പറഞ്ഞിട്ടുണ്ട് 2024 എവിടെയാണ് മണൽ കടത്തല് എന്ന്. അപ്പൊ അതിന്റെ ലോജിക്ക് എന്തിനാ നോക്കണം? ഇതൊന്നും ചോദിക്കേണ്ട ആൾക്കാരില്ല. അപ്പൊ എല്ലാവരും വായ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു. ഹൃദയം സിനിമ റിലീസായ സമയത്ത് വിനീത് ശ്രീനിവാസന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടെ പോയ ആൾക്ക് 30 30s എങ്ങനെയാണ് ലവ്